പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് തുടക്കം. നീറ്റ് ക്രമക്കേടിൽ പ്രതിപക്ഷ പ്രതിഷേധം. രാജ്യത്ത് പണമുള്ളവർക്കേ പരീക്ഷ ജയിക്കാനാവൂ എന്ന അവസ്ഥയെന്ന് രാഹുൽ ഗാന്ധി. ചോദ്യക്കടലാസ് വ്യാപകമായി ചോർന്നിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ചോർച്ചയിലെ ഹർജികളിൽ സുപ്രീം കോടതിയിൽ വാദം. മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ 7ാം നാൾ. ഗംഗാവലി പുഴയിൽ സ്കൂബ ഡൈവേഴ്സിന്റെ തെരച്ചിൽ. പരിശോധന പുഴയിൽ രൂപപ്പെട്ട മൺകൂനകളുടെ ഭാഗത്ത്. രക്ഷാപ്രവർത്തനത്തിന് വേഗം പോരെന്ന് ആവർത്തിച്ച് അർജുന്റെ കുടുംബം. അടിയന്തര ഇടപെടൽ ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. മലങ്കര സഭയുടെ മഴുവന്നൂർ പുളിന്താനം പള്ളികളിൽ യാക്കോബായ വിശ്വാസികളുടെ പ്രതിഷേധം. കോടതി വിധി നടപ്പാക്കാനുള്ള പോലീസ് ശ്രമം തടഞ്ഞ് വിശ്വാസികൾ. ഗേറ്റിന്റെ പൂട്ട് പൊളിക്കാൻ പോലീസ്. പള്ളി വിട്ടു നൽകില്ല എന്ന നിലപാടിൽ ഉറച്ച പ്രതിഷേധക്കാർ. നിപ്പയിൽ ജാഗ്രത തുടർന്ന് കേരളം. മരിച്ച 14കാരന്റെ സഞ്ചാരപാത പുറത്തുവിട്ടു. കേന്ദ്ര സംഘം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. 4 ശാസ്ത്രജ്ഞരും 2 സാങ്കേതിക വിദഗ്ധരും സംഘത്തിൽ. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച വിദ്യാർത്ഥിക്ക് രോഗമുക്തി. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ജോ ബൈഡൻ പിന്മാറി. പിന്മാറ്റം ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിലെ ശക്തമായ സമ്മർദ്ദത്തിന് പിന്നാലെ. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി കമലാ ഹാരിസിനെ നിർദ്ദേശിച്ച് ബൈഡൻ. കമലയെ എളുപ്പം തോൽപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്.